ആൻഡ് യു ഓൾസോ ഹാവ് ലെസ് എമൗണ്ട് ഓഫ് ടൈം ടു റീഡ്. ഒരു 30 മിനിറ്റ്സ് കൂടുതൽ എടുക്കാൻ പറ്റില്ല. സോ വളരെ ക്വിക്കായിട്ടാണ് ഞാൻ ഇന്ന് സെഷൻ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം എവറി വൺ ടു ദിസ് റീഡിംഗ് സെഷൻ. ഇപ്പോൾ നമുക്ക് നോക്കാം. സോ ലൈക്ക് എവറി ഡേ ഐ എം ഗോയിങ് ടു പീൽ ഓഫ് ദി ന്യൂസ് പേപ്പർ. ഇന്നലത്തെ പോലെ ഒരു ചെറിയ ന്യൂസ് പേപ്പറാണ് കേട്ടോ, വലിയ ഹെവി ബൾക്കും ഫീൽ ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസി ടു സ്കിം ത്രൂ ഇറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വി കെൻ സീ ഹിയർ ദാറ്റ് ദർ ആർ ഓക്കെ 4-5 ന്യൂസ് ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഫോർ ഇഞ്ചേർഡ് കുക്കീസ് ഫേസസ് റെസിസ്റ്റൻസ്. ഇറ്റ്സ് മണിപ്പൂരിലുള്ള ടെൻഷനാണ്. ദെൻ ഹീറ്റ് വേവ്സ്, ഓസോൺ റേസ്, കാർഡിയാക് ഡെത്ത് റിസ്ക്. ഓക്കെ, ദിസ് ഈസ് സംതിങ് റീച്ചിങ് സേഫ് ലിമിറ്റ്സ് എന്ന രീതിക്ക്. So this is something related to the climatic change and weather conditions. A lot of things are connected with really important. Wholesale inflation jumps to 9.7% in May. നമ്മൾ കുറച്ച് ദിവസം മുന്നേ റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് സോറിങ്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതിനേക്കാൾ എത്താനായിട്ട്. സോ അങ്ങനെ പറഞ്ഞു. അതുമായിട്ട് കൈൻഡ് ഓഫ് റിലേറ്റഡ് ആയിട്ടൊരു വരുന്ന ന്യൂസാണ്. ദെൻ the way ahead, resistance, renewal, future of India bloc, it needs a new impetus and turnaround. Then debutant Cape Verde keeps Spain at bay. So നമുക്ക് നോക്കാം. ഫ്രീ ബസ് ട്രാവൽ സ്കീം ഫോർ വുമൻ ലോഞ്ച്ഡ് ഇൻ ട്രിവാൻഡ്രം. പ്രിയദർശിനി സ്കീമിനെ പറ്റി നമുക്കറിയാം. ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും നോക്കാനില്ല. ED questions, CMR MD's daughter, again not important. CPIM suspends A Padmakumar, not important. പിന്നെ ഇവിടെ ഇന്ത്യസ് ഗുഡ്സ് എക്സ്പോർട്ട് ഹിറ്റ് റെക്കോർഡ് ഹൈ ഓഫ് 45.2 ബില്യൺ ഇൻ മേ. ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ എക്കണോമി കൺസേൺഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. സോ വി മൈറ്റ് ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. NCPI ക്ലെയിംസ് ടു ബി ദ ലാർജസ്റ്റ് പാർലമെൻ്ററി ഫോഴ്സ് ഫ്രം ബംഗാൾ ആഫ്റ്റർ തൃണമൂൽ മെർജർ. പൊളിറ്റിക്കൽ ന്യൂസ്, അതുകൊണ്ട് വേണ്ട. ഇന്ത്യ ആൻഡ് സ്ലോവാക്യ എക്സ്പാൻഡ് ബൈലാറ്ററൽ ടൈസ് വിത്ത് എ സ്ലൂ ഓഫ് MOUs. അപ്പം ഇത് ഇൻ്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സോ വി മൈ ജസ്റ്റ് നോ അബൌട്ട് ഇറ്റ്. ദെൻ US ആൻഡ് ഇറാൻ റീച്ച് അഗ്രിമെൻറ്റ് ടു എൻഡ് വാർ, റീഓപ്പൺ ഹോർമൂസ് സ്ട്രൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു അഗ്രിമെൻറ്റ് റീച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഒരു കൺക്ലൂഷൻ എത്തുന്നുണ്ട്. സോ വി മൈറ്റ് ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. പിന്നെ ഉള്ളത് സ്പോർട്സ് ന്യൂസാണ് ബാക്ക് സൈഡിൽ. സോ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, എന്നിട്ട് ഐ തോട്ട് ഐ വിൽ റീഡ്. ശ്രീലങ്ക പിപ്സ് ഇന്ത്യ ഇൻ സൂപ്പർ ഓവർ. ഇറ്റ്സ് എ സെക്കൻഡ് സക്സസീവ് ലോസ് ഫോർ തിലക് ആൻഡ് കോ. Suryavanshi gets involved in a heated exchange with Halamba gang. Okay. Try series. Then not important. Masterpiece in Scarlet. Hamilton turns doubt into destiny. ഓക്കെ, ഇത് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഫോർമുല ഉണ്ടെന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാറില്ല. സോ ഇറ്റ്സ് നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുറച്ച് സ്നാപ്ഷോട്ട്സ് എന്ന് പറഞ്ഞൂടെ കൊടുത്തിട്ടുണ്ട്. നഗൽ സഹജ ടു ലീഡ് ടെന്നീസ് ടീം അറ്റ് ഏഷ്യാഡ്. WI വിൻസ് ത്രില്ല്. എഗെയിൻ അതിലും പ്രത്യേകിച്ചൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് കണ്ടില്ല. സോ സ്പോർട്സ് ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഒരു വേൾഡ് കപ്പ് റിലേറ്റഡ് ഇൻ്റർനാഷണൽ, നാഷണൽ ലെവൽ അല്ലെങ്കിൽ റീജിയണൽ ആയിക്കോട്ടെ, എന്തെങ്കിലും റിസൾട്ട് വരുമ്പോഴാണ് സ്പോർട്സിന് റെലവൻസ് വരുന്നത്. പിന്നെ ഇവിടെ സ്പോർട്സിൻ്റെ ഓവർവ്യൂ തന്നിട്ടുണ്ട്. സ്വീഡൻസ് യാസിൻ ഡസൻ സെലിബ്രേറ്റ് ഗോൾ അഗൻസ്റ്റ് ഹിസ് ഫാദേഴ്സ് കൺട്രി, നോട്ട് ഇമ്പോർട്ടൻറ്റ്. കണ്ടിന്യൂയിങ് ട്രഡീഷൻ, ജാപ്പനീസ് ഫാൻസ് ക്ലീൻ അപ്പ് സ്റ്റേഡിയം പോസ്റ്റ് മാച്ച്. Messi's Argentina begins title defense against Mahrez's Algeria. Odegaard says he is fit to play in Norway's opener against Iraq. Again, just an idea. Gritty Cape Verde holds mighty Spain. Africans do their national proud on debut. FIFA World Cup in the Guardian. Again, it's a daily news of the very winning. Diallo's late strike wins it for Ivory Coast against Ecuador. Okay, then Deepthi underlines her class on the big stage yet again. Shadows of Seoul 2002 resurface as France takes on Senegal. Then Arul RB Krishna, the regional news ആണ്. Arul RB Krishna takes charges, തിരുവനന്തപുരം സിറ്റി പോലീസ് ചീഫ്. ഇതൊരു റീജിയണൽ അപ്പോയിൻമെൻ്റ് ആണ്, അപ്പോൾ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് വരില്ല. Film screening, German Language and Culture Institute goes interim in association with the Banner Film Society will screen okay, June 17.
അത് again not an important news. Cashew scam, High Court dismisses plea by industry secretary. Again not important. അപ്പോൾ ഈ പേജിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫസ്റ്റ് പേജിൽ നമുക്ക് ഒന്ന് രണ്ട് ന്യൂസ് വായിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓടിച്ച് വായിക്കാം. US and Iran reach agreement to end war, reopen Hormuz Strait. Preliminary deal signed digitally on Sunday, says US Vice President. In-person signing in Geneva on June 19, says Iran and Pak. Release of frozen assets, reparations, essential part of deal, will collect navigation services fee in the Strait of Hormuz, says Tehran. Vessels cautious despite Trump's announcement. Modi welcomes deal, expresses hope for stability. അപ്പം ആക്ച്വലി ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞിട്ട് പ്രിലിമിനറി ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു സൺഡേ ഡിജിറ്റലി. അതിൻ്റെ ഇൻ പേഴ്സൺ ആയിട്ടുള്ളൊരു സൈനിങ് ഇനിയിപ്പോൾ സൺഡേ നടക്കും ജൂൺ 19. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് അത് പറയുന്നത് ഇറാൻ പാകിസ്ഥാനാണ്. US ഈസ് സ്റ്റിൽ നോട്ട് സേയിങ് ദാറ്റ്. ബട്ട് ഡിജിറ്റലി സൈൻ ചെയ്തു എന്നുള്ളത് US-ൻ്റെ സൈഡിൽ നിന്നൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഒരു 19 നമുക്ക് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. സോ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ന്യൂസ് പെൻഡിങ് വച്ചേക്കാം. ഓൾസോ ഇവിടെ എന്തോ ഒരു അഗ്രിമെൻറ്റ് വാസ് സൈൻ ഡിജിറ്റലി. ഓക്കെ. So the US President Donald Trump said during a media interaction in France, where he arrived on Monday for the G7 meeting, that Mr. Vance will lead the country's delegation for signing ceremony. Okay, നമുക്ക് നോക്കാം ഇതിനൊരു കൺക്ലൂഷൻ എത്തുമ്പോഴത്തേക്കും ഈ ന്യൂസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നോക്കാം. India and Slovakia expand bilateral ties with a slew of MOUs. India and Slovakia on Monday expanded their bilateral relationship with memorandum of understanding across defense, labor, mobility, education, digital tech and other sectors, officially branding the relationship a comprehensive partnership. Held an excellent meeting with Prime Minister Robert Fico. This is indeed a very special moment for the India-Slovakia friendship. So ഇത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന് സ്കിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിൽ ഓൾസോ ആഡ് മൊമെൻറ്റം ടു അവർ പാർട്ണർഷിപ്പ്. അപ്പോൾ ഇങ്ങനെ യൂണിയൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ് ഇവിടെ ആക്ച്വലി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. ദെൻ ഈ പേജിലെ ലാസ്റ്റ് ന്യൂസാണ്. നമുക്ക് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. India's goods export hit a record high of 45.2 billion in May. Trade deficit widens. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ എക്കണോമിക്സ് പോർഷൻ നമ്മൾ സ്ട്രാറ്റജിക്കൽ പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്നുള്ളതൊന്ന് റിവിഷൻ ചെയ്യുക, അറിയാത്തവരൊന്ന് നോക്കി പഠിക്കുക. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് ന്യൂസ് എന്നുള്ളത്. അപ്പം ഇവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സും കിട്ടും, അതിൻ്റെ റിലേറ്റഡും കിട്ടും. India's merchandise exports have jumped to a record high of 45.2 billion in May 2026. The number is important. 18% higher than 38.3 billion in May last year. കഴിഞ്ഞ മെയ്നേക്കാളും 18% കൂടുതലാണ് ഈ വർഷത്തെ മെയ്യുടെ എക്സ്പോർട്ടിൻ്റെ വാല്യൂ according to the official data. So this is an official data, so this number actually matters. നമ്മൾ എപ്പോഴും ഒരു നമ്പറോ വാല്യൂ ഒക്കെ പഠിക്കുമ്പോൾ it should be coming from a official data. However, despite this, India's overall trade deficit എന്താണ് വൈഡൻ ചെയ്തിട്ടുണ്ട്. 10.5 ബില്യൺ ആയിട്ട് മാറി. കഴിഞ്ഞ മെയ്യിൽ 6.8 ഉണ്ടായിരുന്നുള്ളൂ. ഡ്യൂ ടു ഷാർപ്പർ ഗ്രോത്ത് ഇൻ ഇമ്പോർട്ട് ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സ്പോർട്ടിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടും അതുപോലെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. Broad-based increase. The data released by Ministry of Commerce and Industry show that India's merchandise exports rose in May due to higher shipments to Singapore, China, the UK, Tanzania, Bangladesh, Germany, South Africa, among others. This increase was also relatively broad-based in terms of sectors, with both petroleum and several non-petroleum sectors seeing strong growth in exports. Within merchandise exports, the electronics goods ആണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്സ് കാണിച്ചത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു 11.6 10% കൂടുതലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ കണ്ടിട്ടുണ്ട്. ഓർഗാനിക് ഇനോർഗാനിക് കെമിക്കൽ സെക്ടറും അതുപോലെ തന്നെ ഒരു 12% ഗ്രോത്ത് കണ്ടു. Then notably the engineering goods category saw exports jumping from 24.5% in May 2026. The gems and jewelry category ഉണ്ട് ഗ്രോത്ത് 6.7%. സോ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 6.7 ഉണ്ട്, 12.7, 11.6, 20. ഏറ്റവും കൂടുതൽ ജമ്പ് കാണിച്ചത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് കാറ്റഗറിയാണ്. പക്ഷേ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഡൊണേറ്റ് ചെയ്തത് ഇലക്ട്രോണിക്സ് സൈഡൊക്കെ ആയിരിക്കും. ഓവറോൾ ദ ഡേറ്റ ഷോസ് നോൺ പെട്രോളിയം ആയിട്ടുള്ള എക്സ്പോർട്സ്
10.5% ആണ് ഗ്രോ ചെയ്തത് ഓൺ ആൻ ആവറേജ് ഇഫ് വി സേ. So imports also grew faster. India's merchandise imports jumped 22.1%. ഒക്കെ ഒരു കാൽഭാഗത്തോളം 100 എടുത്താൽ ഒരു 22% എന്താണ് ഇമ്പോർട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും വികസിത് ഭാരത് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ടും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇമ്പോർട്ട്സും കൂടിയിട്ടുണ്ട്. ആസ് എ റിസൾട്ട് മെർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ്, അങ്ങനെയാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തത്. സർവീസസിൻ്റെ ഇമ്പോർട്ടും അതുപോലെ കൂടിയിട്ടുണ്ട് 14.1%. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ന്യൂസ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് റിലേറ്റഡ് ടു എക്കണോമിക്സ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലീഫ് കഴിഞ്ഞിട്ടുണ്ട്. വി ക്യാൻ ചേഞ്ച് ദിറ്റ്. So the next page, തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നത് നോക്കാം. ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് 15-day സെൽഫ് എന്യൂമറേഷൻ പീരീഡ് ബിഗിൻസ് ടുഡേ. So public can directly submit their household particulars through the portal. Respondents are required to make information based on their current place of residence. Data protection and privacy are ensured. Individual information will remain confidential. അപ്പോൾ ഇത് സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ജസ്റ്റ് നോ അബൌട്ട് ഇറ്റ്, ഒന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. ഹൗസ് ലിസ്റ്റിങ്ങും ഹൗസിംഗ് സെൻസസും 15-day സെൽഫ് എന്യൂമറേഷൻ പീരീഡാണ്. The 15-day self-enumeration period of house listing and housing census, which forms phase 1 of census 2027. ഇപ്പോൾ ഈ വർഷത്തല്ല 2027 നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സെൻസസിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഭാഗമാണ് ഈ ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് എന്ന് പറയുന്നത്. ഇത് വിൽ ബിഗിൻ ഇൻ സ്റ്റേറ്റ് ഓൺ ട്യൂസ്ഡേ. നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യും, വിച്ച് മീൻസ് 16th തന്നെ. ബി വെരിഫൈഡ് ബൈ enumerated during their field visits for data collection. Required to provide information based on their current BEVCO Secretary General Administration on their current BEVCO Secretary General Administration Department and State Nodal Officer of Census Exercise said. അപ്പോൾ ഈ സെൻസസ് എക്സസൈസിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സെക്രട്ടറി എന്നല്ല, ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ സെക്രട്ടറിയും സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഓഫ് സെൻസസ് എക്സസൈസ് അത് ആരെന്നോ, കാരണം സെൻസസ് ഇനി ഒരു റിലവൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേറ്റിൻ്റെ നോഡൽ ഓഫീസർ കെ ബിജു ആണ്. അദ്ദേഹം തന്നെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി. Likewise, tenants should provide details of the rented house in which they presently reside. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈവൻ ടെനൻസ് ആണെങ്കിൽ പിന്നെ റെൻറ്റഡ് ഹൗസിൻ്റെ ആണെങ്കിലും എല്ലാം അതുപോലെ കറക്റ്റായിട്ടുള്ള ഇത് കൊടുക്കണം. Then likewise, tenants should provide details of the rented house in which they presently reside. Portal can be accessed only from Indian territory. Data protection and privacy are ensured in the exercise. Census officials said only the aggregate data will be published. Individual information will remain confidential. T. Mitra, Director of Census Operations, said unique ID where the self-enumeration has been completed. The respondents will be required to share the unique 11-digit SC ID that gets generated during the self-enumeration with the enumerator during the house-to-house visit. In all, 33 questions have been notified for the first phase. The Kerala government had issued a notification on May 7th seeking public cooperation in furnishing accurate and unambiguous information in response to questions. Census officials said that in Kerala there are 682 census towns and 758 villages. There are approximately 58,619 house listing blocks in the state. Approximately 61,282 enumerators and 10,199 supervisors, mostly teachers and other government employees, have been identified from across Kerala to visit the house listing blocks demarcated using a web mapping application and monitoring system. 2 phase ആയിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണിത്. ആ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഇസ് ബീങ് കണ്ടക്ടഡ് ഇൻ 2 phases. ഫേസ് 1 ആണ് നമ്മുടെ ഈ HLO, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് വരുന്നത്, വിച്ച് വിൽ ടേക്ക് പ്ലേസ് ഇൻ കേരള ഫ്രം ജൂലൈയിലാണ്. ജൂലൈ 1 തൊട്ട് 30 വരെ ആയിരിക്കും. ഫേസ് 2 പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്, will be held in February 2027. The Directorate of Census Operations, Kerala, is responsible for coordinating census activities with state government, with the director being the chief principal census officer. State Nodal Department is the General Administration Department with its secretary as the State Nodal Officer for Census. നമ്മൾ പറഞ്ഞു ആരാണ് കെ ബിജു. At the district level, district collectors are the principal census officers, PCO എന്ന് പറയും. അത് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ്. പിന്നെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 1855. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെൻസസ് നടക്കുന്നു. സെൻസസിൻ്റെ നമ്മൾ പൊതുവെ ചോദിക്കുന്ന അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ, അതിൻ്റെ ടാഗ് ലൈന്, പിന്നെ ഇപ്പം സിഗ്നിഫിക്കൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ് ഇന്ത്യയുടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിലും ഒരു അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക അബൌട്ട് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്.
അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ടീച്ചേഴ്സ് ഫോം ദ മെജോറിറ്റി ഓഫ് എന്യൂമറേറ്റേഴ്സ്. ഇതിൻ്റെ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് എന്യൂമറേറ്റേഴ്സിനെ പിക്ക് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, ടീച്ചേഴ്സാണ് അതിൽ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് വരുന്നത്. ഞാൻ വേൾഡ് ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡ് ഡെയിലി ജമ്പ് ഇൻ എബോള കേസസ് ഇൻ കോങ്കോ പുഷസ് ഡെത്ത് ടോൾ ടു 181. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എബോള എന്ന് പറയുന്ന ഡിസീസ് ഒബ്വിയസ്ലി ഒരു പബ്ലിക് ഹെൽത്ത് ലൈഫ് സയൻസ് നമ്മുടെ ബയോളജി പാർട്ടിൽ വരുന്നതാണ് ഡിസീസസ്. ന്യൂസിൽ ഏതൊക്കെ ഡിസീസ് വന്നാലും ആ ഡിസീസ് എടുക്കുക, അതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ്, പിന്നെ സിംറ്റംസ് പഠിക്കുക, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. അത് ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോ സ്ഥലങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക. അപ്പോൾ ഇവിടെ എബോളയുടെ കേസസ് കൂടുന്നുണ്ട്, കോങ്കോയിൽ ഡെത്ത് ടോൾ കൂടുന്നുണ്ട്. സോ അതൊന്ന് നോക്കാം. മ്യാൻമാർസ് എക്സ് ജോയിൻറ്റ ചീഫ് കിക്സ് ഓഫ് ഫസ്റ്റ് ചൈന ട്രിപ്പ് സിവിലിയൻ പ്രസിഡന്റ്. പൊളിറ്റിക്കൽ ന്യൂസ് വേണ്ട. G7 ലീഡേഴ്സ് ഗ്യാദർ ഇൻ ഫ്രാൻസ് അണ്ടർ ഷാഡോ ഓഫ് ട്രംപ്സ് ടാരിഫ് ത്രെറ്റ്സ്. അപ്പോൾ G7 സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ചായ്വുള്ളൊരു ന്യൂസാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടത് G7 സമ്മിറ്റ് നടക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഔട്ട്കംസുമാണ് ആക്ച്വലി എടുക്കേണ്ടത്. Then China rejects security report, says its military growth aids world peace. China said on Monday that strengthening its military is beneficial to world peace, slamming a think tank report that warned the threat of a direct strike by Beijing on Australia was increasing. ഇതും ഒരു പൊളിറ്റിക്കൽ ന്യൂസാണ്. മിലിറ്ററി ഇൻ്റർനാഷണൽ റിലേഷൻസും ഓരോ കൺട്രി അവരുടെ മിലിറ്ററി ഡിഫൻസ് സിസ്റ്റംസിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് ചോദിക്കാൻ പ്രത്യേകിച്ച് അതിൽ ഇല്ല. റഷ്യൻ സ്ട്രൈക്സ് അക്രോസ് യുക്രൈൻ കിൽ 11 ഫെയിംഡ് മോണസ്ട്രി ഇൻ ക്യൂബ് catches fire. Moscow fires hundreds of drones and dozens of missiles in overnight barrage. Zelensky calls for increased pressure from G7 leaders and global partners after air assault. Again, അതും വേണ്ട. Israel won't withdraw troops from Lebanon, Syria and Gaza. Hexet denies US facing shortage in munitions stockpile. UK government bans social media for children under 16. So Britain will ban children aged under 16 from using social media apps to protect them from harmful content and excessive screen time. Who says Prime Minister Keir Starmer said on Monday the plan was met with mixed reaction, with some praising Mr. Starmer for taking action and others questioning the effectiveness of a blanket ban. The ban is expected to take effect early next year. അപ്പോൾ അടുത്ത വർഷമാണ് ചെയ്യാൻ പോകുന്നത്. UK ഗവൺമെൻറ് സോഷ്യൽ മീഡിയ കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 16 വയസ്സിന് താഴെയായിട്ടുള്ളവർക്ക്, ടീനേജേഴ്സ് വരെ ബാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഫോൺ യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ദി തിങ്. സ്പോർട്സിൽ ഗുർണൂർ ചോയ്സ് ഡ്രിവൻ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ബിയോണ്ട് നമ്പേഴ്സ്. ദീപിക എക്സൽസസ് ഇന്ത്യ റാലീസ് ടു ബീറ്റ് USA. സോ ഇവിടെ വിന്നർ ആയിട്ടില്ല. ഹോക്കിയുടെ എന്തെങ്കിലും വിന്നർ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അകത്തുള്ള ന്യൂസാണ്. കണ്ടിന്യൂ ഫ്രം പേജ് 1. ടെമ്പിൾ ഗോൾഡ് തെഫ്റ്റ് കേസിൻ്റെ കാര്യമാണ്. ഇത് വേണ്ട. 2 more deaths due to shigellosis in the state. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഡിസീസിൻ്റെ കാര്യം ഒന്ന് പഠിക്കുക. Then Priyadarshini scheme hits the road running. Chief Minister inaugurates UDF government's flagship program for free bus travel for women. The scheme will cover 3,125 ordinary buses എന്നാണ് പറയുന്നത്. അതുമായിട്ടൊരു കോൺട്രവേഴ്ഷ്യൽ കാര്യം വന്നാണ്. ഫ്രം ഓർഡിനറി ടു സിറ്റി ഫാസ്റ്റ് റീബ്രാൻഡിങ് ബസ്സസ് ട്രിഗേഴ്സ് കോൺട്രവേഴ്സി. ഓവർനൈറ്റ് ആയിട്ട് സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ കൂടി എന്നുള്ള രീതിയിലൊക്കെ വന്നു. പിന്നെ ഇതിന് ഈ സ്കീമിന് അഗെയിൻസ്റ്റ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനൊക്കെ പോകുന്നുണ്ട്. ഇതൊന്നും നമുക്കങ്ങനെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ആ സ്കീം മാത്രം അറിഞ്ഞിരിക്കുക. Judge recurses himself from the Kerala story to hearing. Again, political news വേണ്ട, പൊളിറ്റിക്കൽ റിലീജിയസ് പരമായിട്ടുള്ളതൊന്നും വേണ്ട. അൻസിബ മൂവ്സ് കോർട്ട് സീക്കിംഗ് FIR അഗെയിൻസ്റ്റ് ആക്ടർ വുമൺ കോപ്പ് വേണ്ട. ഇതും വേണ്ട. CMR കേസ് വേണ്ട. റീലൊക്കേഷൻ ഓഫ് കോളനി റെസിഡൻസ് CPIM കോൺഗ്രസ് ഓൺ സെയിം പേജ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു പൊളിറ്റിക്കൽ സൈഡാണ്, പക്ഷേ ഇവിടെ എന്തോ ഒരു വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസും കൂടെ ആണ്. സോ ലെറ്റ്സ് റീഡ് ജസ്റ്റ് എ ബിറ്റ്. Amid escalating threat to human life due to wild animal attacks in Chinnakanal, which falls under the ദേവികുളം ഫോറസ്റ്റ് റേഞ്ച്. അപ്പോൾ ഈ പ്ലേസസ് ഓർത്ത് വെച്ചിരിക്കുക. ന്യൂസിൽ വരുന്ന സ്ഥലങ്ങൾ ചിന്നക്കനാൽ, ദേവികുളം ഫോറസ്റ്റ് റേഞ്ചാണ് മൂന്നാറിലുള്ള. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ദെൻ the CPIM has welcomed the district congress committee's proposal on relocation of families from 301 colonies in an area worst hit by
അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് എപ്പോഴും ന്യൂസിൽ കാണുന്ന ഒരു ഇതാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്നാണ്. അപ്പോൾ അതിനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദർ ഈസ് സം കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ടച്ച് ടു ഇറ്റ്. സോ അതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് നോക്കണ്ട. ഇഫ് യു ഹാവ് ടൈം യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ